മമതയെ വിറപ്പിക്കാൻ യോഗിയുടെ നാട്ടിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ, യോഗിയുടെ വിശ്വസ്തൻ. ഇദ്ദേഹം ബംഗാളിൽ ലാൻഡ് ചെയ്തതോടെ അമിതാഭ് യശ് ആരാണെന്നാണ് സോഷ്യൽ മീഡിയ തിരയുന്നത്. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ആക്രമണങ്ങൾ അതിന് അന്ത്യം കുറിക്കണം. അതിനുവേണ്ടി ഉത്തർപ്രദേശിൽ നിന്നുള്ള എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എത്തിയതോടെ തൃണമൂൽ കോൺഗ്രസ് പാളയത്തിൽ ഒപ്പം മമതയ്ക്കും പരിഭ്രാന്തി വർദ്ധിച്ചിട്ടുണ്ട്. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ യു.പി. കാഡർ IPS ഓഫീസർ അമിതാഭ് യശ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകിയ കടുത്ത മുന്നറിയിപ്പ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നു. അതിരുകടന്നാൽ വിവരമറിയും. തിരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സപ്പെടുത്താനോ വോട്ടർമാരെ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അമിതാഭ് യശ് തൃണമൂൽ സ്ഥാനാർത്ഥിയോട് നേരിട്ട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുക, പിന്നീട് കരയരുത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. യു.പിയിൽ മാഫിയ രാജിന് അന്ത്യം കുറിച്ച യോഗി ആദിത്യനാഥിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥന്റെ വരവ് ബംഗാളിലെ അക്രമ രാഷ്ട്രീയത്തിന് തടയിടും എന്നാണ് വിലയിരുത്തൽ. അമിതാഭ് യശിന്റെ ഇടപെടലിനെതിരെ തൃണമൂൽ കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. BJPയെ സഹായിക്കാനാണ് ഈ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നതെന്നാണ് മമതാ ബാനർജി പറയുന്നത്. എന്നാൽ ക്രിമിനലുകളെയും അക്രമികളെയും ഭയപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെ നിലപാടിനെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ജനങ്ങളാണ് പിന്തുണയ്ക്കുന്നത്. യു.പി പോലീസിലെ ADG ലോ ആൻഡ് ഓർഡറായ അമിതാഭ് യശ് കൊടും കുറ്റവാളികളെ മാഫിയ തലവന്മാരെ നിലയ്ക്ക് നിർത്തുന്നതിൽ പ്രശസ്തരാണ്. വികാസ് ദുബെ പോലെയുള്ള ക്രിമിനലുകളെ തുരത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇദ്ദേഹത്തെ ബംഗാളിലേക്ക് അയച്ചത് അക്രമം തടയാനുള്ള കേന്ദ്രത്തിന്റെ കൃത്യമായ നീക്കമാണ്. ബംഗാളിൽ ഓരോ ഘട്ടത്തിലും തൃണമൂൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു എന്ന പരാതികൾക്കിടയിൽ നിയമം കയ്യിലെടുക്കുന്നവർക്ക് യു.പി മോഡൽ മറുപടി ലഭിക്കും എന്ന സൂചനയാണ് അമിതാഭ് യശിന്റെ വാക്കുകൾ നൽകുന്നത്.